Welcome to segment 3. So, ഈ സെഗ്മെന്റിൽ നമ്മൾ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഹൈ ക്വാളിറ്റി ഇമേജസ് ആൻഡ് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹിക്സ്ഫീൽഡ് AI ആണ് പഠിക്കുന്നത്. കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് AI ടൂൾസും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു AI ഇമേജ് ജനറേഷൻ ആൻഡ് വീഡിയോ ജനറേഷൻ പ്ലാറ്റ്ഫോമാണ് ഹിക്സ്ഫീൽഡ് AI. ഹിക്സ്ഫീൽഡ് ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോമാണ്. ബട്ട് നിങ്ങൾ ഹിക്സ്ഫീൽഡിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൂൾസും യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ സെഗ്മെന്റിൽ പഠിച്ച വാൻ AI, നാനോ ബനാന പ്രോ, അതുപോലെ ക്ലിങ് AI, ഗൂഗിൾ വിയോ, ഈ ടൂൾസ് ഒക്കെ നമുക്ക് ഹിക്സ്ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഹിക്സ്ഫീൽഡ് ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾക്ക് ഡെയിലി 10 ക്രെഡിറ്റ്സ് വെച്ച് ഫ്രീ ആയി ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഹിക്സ്ഫീൽഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഗൂഗിൾ സെർച്ച് ബാറിൽ ഹിക്സ്ഫീൽഡ് AI എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഹിക്സ്ഫീൽഡിന്റെ ഇന്റർഫേസ് വരുന്നത്. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇതൊക്കെ മറ്റുള്ള ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്താണ്. ഇത് നമുക്ക് റീയൂസ് ചെയ്യാനും സാധിക്കും. ഇതാണ് ഹിക്സ്ഫീൽഡിന്റെ പേയ്മെന്റ് പ്ലാൻസ് വരുന്നത്. സോ ഇനി നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രോംപ്റ്റിംഗ് വിൻഡോയിൽ നമ്മളുടെ ഇമേജിന്റെ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്നത് നാനോ ബനാന പ്രോ എന്ന ടൂളാണ്. നമുക്കിവിടെ ടൂൾസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമ്മളുടെ റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് നമുക്ക് എത്ര റെസൊല്യൂഷൻ വേണമെന്നുള്ളതും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് നമുക്ക് ഈ പ്രോംപ്റ്റിൽ എത്ര ഇമേജസ് ജനറേറ്റ് ആവണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് സിംഗിൾ ഇമേജ് സെലക്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് ക്ലിക്ക് ജനറേറ്റ്. സോ നമ്മുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്ക് ആ ഇമേജ് യൂസ് ചെയ്തിട്ട് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ഫ്രെയിം എന്ന ഓപ്ഷനിൽ നമ്മളുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇമേജിന് എന്ത് മോഷനാണോ വേണ്ടത് ആ മോഷൻ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ടൂള് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ കറന്റ് ക്ലിങ് 2.6 ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ക്ലിങ് 3.0 അവൈലബിൾ ആണ്. ബട്ട് അൾട്ടിമേറ്റ് പ്ലാന് പർച്ചേസ് ചെയ്താൽ മാത്രമേ ആ വേർഷൻ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. താഴെയായിട്ട് ഡ്യൂറേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ 5 സെക്കൻഡ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ആസ്പെക്ട് റേഷ്യോ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിറ്റക്ട് ആവുന്നതാണ്. ദെൻ ക്ലിക്ക് ജനറേറ്റ്. സോ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഡൗൺലോഡ് ചെയ്യാം. Just another day, blending in. നമ്മൾ ജനറേറ്റ് ചെയ്ത വീഡിയോയിൽ റാൻഡം ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഡയലോഗാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോംപ്റ്റിൽ ഞാൻ വോയിസ് ഓവറിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. ഒന്നെങ്കിൽ നമ്മൾ നോ നീഡ് ഓഫ് എനി വോയിസ് ഓവേഴ്സ് എന്ന് പ്രോംപ്റ്റിൽ ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ഡയലോഗ് വേണ്ടത് അത് പ്രോപ്പറായിട്ട് പ്രോംപ്റ്റിൽ മെൻഷൻ ചെയ്യുക. സോ വീഡിയോ ജനറേഷന് വേണ്ടിയിട്ടുള്ള 2 ടൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് വൺ മോർ തിങ്, വി കൻ ഓൺലി ടീച്ച് ഹൗ ടു യൂസ് ദ ടൂൾ. ബാക്കിയെല്ലാം ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ്. അവരെങ്ങനെ ആ ടൂൾ യൂസ് ചെയ്യുന്നു, അവരെന്തിനു വേണ്ടി ആ ടൂൾ യൂസ് ചെയ്യുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും. നെക്സ്റ്റ് സെഗ്മെന്റ് വരുന്നത് ഓഡിയോ ജനറേഷൻ ആണ്. സോ സീ യു ഓൺ നെക്സ്റ്റ് സെഗ്മെന്റ്.